ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ കൃപയും കരുതലും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ നയിക്കുന്നതും നിർത്തുന്നതും നടത്തുന്നതും. അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്, കൃപയാലല്ലോ ഞാൻ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായി പോയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ഓരോ സാഹചര്യങ്ങളിലും നിർത്തുന്നതും നയിക്കുന്നതൊക്കെ. അത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് കർത്താവിനോട് ചേർന്ന് നടപ്പാനും ദൈവം നമ്മുടെ മേൽ പകരുന്ന കൃപ വ്യർത്ഥമായി പോകാതെ ജീവിക്കാനും നമ്മളെ സഹായിക്കും. എന്ത് പറയുന്നുണ്ട്? അറിവ് ചീർപ്പിക്കും, സ്നേഹമോ ആത്മീക വർധന വരുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ആത്മീക വർധനവിലേക്കുള്ളൊരു സ്നേഹത്തിൻ്റെ നിറവുള്ള വ്യക്തികളായിട്ട് നമ്മളെ തീർക്കും. നമ്മൾ കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ ദുഷിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പിൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാകുവാനായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ നമ്മളെ ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണാനും ദൈവം കാണുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പം അങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ വളർന്നു വരുന്നത്, ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വരുന്നത്. സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഒക്കെ വിനിയോഗിക്കാത്ത വ്യക്തികൾക്ക് ക്രിസ്തുവിൽ വളരാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ തിരിച്ചറിയണം, അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് സാഹചര്യങ്ങളെ മനസ്സിലാക്കി തരുന്നത്, അവസരങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് വളരാനും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളൊക്കെ അത് വിളിച്ചോതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരുങ്ങുക എന്നുള്ളത്. വ്യക്തിപരമായിട്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. വചനം നമ്മളെ പഠിപ്പിക്കാം, പറയാം, കേൾക്കാം, പക്ഷേ ഒരുങ്ങേണ്ടതൊക്കെ വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണ് ദൈവജനം എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുന്നൊരു കാര്യമുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുവാൻ ഓരോരുത്തൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കണം. അപ്പോൾ വ്യക്തിപരമായിട്ടാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നത്, വ്യക്തിപരമായിട്ടാണ് ദൈവം പ്രതിഫലങ്ങൾ തരുന്നത്. അതിന് നമ്മളുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒക്കെ സഹായിക്കുന്നു. ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരാനായിട്ട് സഹായിക്കുന്നു. അതിന് വിവാഹം സഹായിക്കുന്നു, മക്കളും അമ്മയപ്പന്മാരുള്ള ജീവിതം സഹായിക്കുന്നു, സഹോദര ബന്ധങ്ങൾ സഹായിക്കുന്നു, കൂട്ടു സഹോദരന്മാരൊക്കെ സഹായിക്കുന്നു. പക്ഷേ കണക്ക് എടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കണം. ഞാൻ നീയുമായി കാര്യം തീർക്കുന്ന നാളിൽ എന്ന് പറയും. മാത്രമല്ല കർത്താവ് ഓരോരുത്തർക്ക് ഒരു ഉപമ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, യജമാന ദൂരദേശത്തേക്ക് പോകുമ്പോൾ ഓരോരുത്തരെ വിളിച്ച് അവർക്ക് 10 റാത്തലൊക്കെ കൊടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെങ്ങനെ അത് വിനിയോഗിച്ചു എന്ന് ഓരോരുത്തരോടാണ് കണക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വ്യക്തി ജീവിതത്തെ പണിയപ്പെടാനായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ദൈവം എങ്ങനെയാണത് നടപടി ആവുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണം എന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കിന്ന് ചിന്തയ്ക്കായിട്ട് മലാക്കിയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം ബൈബിളിലെ പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാക്കി എന്ന് പറയുന്നതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ വളരെ ചെറിയൊരു പുസ്തകമാണ്. 4 അധ്യായമേ ഉള്ളൂ. 3-ന്റെ 1 മുതൽ 1-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അടുത്ത് എന്നിട്ട് ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാണ്, ഈ മലാക്കി പുസ്തകം തീരുമ്പോൾ വരവിനെ കുറിച്ചൊക്കെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ വരവെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി, അഥവാ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പോൾ യേശുവിന് വഴിയൊരുക്കാൻ വന്ന ആരാണ്? സ്നാപക യോഹന്നാനാണ് അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 3-ന്റെ 2 വായിച്ച് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവിടെ 3-ന്റെ 2 പറയുന്നത്, ഇടപ്രഭുക്കന്മാരായ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരുമായും ഇരിക്കും കാലം
സക്കറിയാവിന്റെ മകനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. മതി, കണ്ടോ? അപ്പൊ ഇവിടെ പറയാണ്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നത്. അപ്പോൾ ആ ദൂതൻ വന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, മലാക്കി പുസ്തകം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നിശബ്ദ വർഷങ്ങളുണ്ട് അല്ലെ, ഏകദേശം ഒരു 100-400 വർഷങ്ങൾ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ലാതിരിക്കുകയും പെട്ടെന്ന് പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രവാചകൻ വരുന്നത്. അപ്പം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ നിരന്ന വഴിയായി തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. അപ്പോൾ ദൈവത്തിന്റെ രക്ഷയെ കാണണമെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം എന്നതിനെയാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. വളഞ്ഞത് നേരെയാവും, ദുർഘടങ്ങൾ നിരന്ന വഴിയായി തീരും, എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ബാല്യം മുതലേ ദോഷമുള്ളവയാണ്. അപ്പോൾ ആ ദോഷമുള്ള ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിങ്ങൾ നന്നായിട്ട് തീരണം എന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തുടങ്ങിയാണ്. ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ ആ കാര്യം ഇവിടെ മലാക്കി പ്രവചൻ പറയുകയാണ്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഞാൻ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്ന് കാണിച്ചത്. എന്നിട്ട് ഇവിടെ പറയുന്നത്, കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, പാപമില്ലാത്തവനായി ജനിച്ചു. പക്ഷെ ഇവിടെ പറയുന്ന ഈ കാര്യം, ഇതാ അവൻ വരുന്നു എന്ന് പറയുന്നത് കർത്താവ് തന്റെ സഭയെ ചേർപ്പാനായിട്ടുള്ള ഒരു വരവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഇസ്രായേലെ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലെ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇവിടെ എല്ലാം ഇത് കാണാനായിട്ട് പറ്റും. ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളും. അപ്പൊ നമുക്ക് ഇനി കർത്താവിന്റെ വരവിന് 2 ഘട്ടമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒന്ന് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ഒരു വരവുണ്ട്. ഇസ്രായേൽ തള്ളിക്കളയുകയും ജാതികളിലേക്ക് ദൈവം തിരികുകയും ചെയ്തത് മൂലം രക്ഷ കൈവരിക്കപ്പെട്ട സഭ അല്ലെ. സഭ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം ജാതികളിൽ നിന്നും തനിക്കായി ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിച്ചു. അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതാണ് സഭ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വരാൻ കാര്യം? ദൈവം വന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും അല്ലെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു അല്ലെ. അപ്പോ ദൈവത്തിന്റെ ആ സ്നേഹത്തെ എല്ലാവരും അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ ഹൃദയം കഠിനമാക്കി അവർ തള്ളിക്കളഞ്ഞു. അത് മുഖേന നമുക്ക് രക്ഷ ലഭിച്ചു. ആ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സഭ അല്ലെ. അപ്പൊ ഇന്ന് സഭയാണുള്ളത്. ആ സഭയെ ചേർപ്പാനായിട്ട് കർത്താവ് വരുന്ന സമയമാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത്. എന്നാൽ ഒപ്പം തന്നെ ഇസ്രായേൽ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല? അവർ മശിയായ്ക്ക് വേണ്ടി ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ്. മശിയായ വന്നത് അവർ അറിഞ്ഞിട്ടില്ല. അവർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ജാതികളായിരുന്ന നമ്മൾക്ക് ഒരു രക്ഷകനെ ലഭിച്ചതും നമ്മൾ നിത്യമരണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാനായിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറന്നതും. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന കൂട്ടത്തെ ചേർപ്പാൻ കർത്താവ് എന്ത് ചെയ്യും? വേഗത്തിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. മനസ്സിലായോ? ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനെതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ അത് സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയുടെ ഭാഗ്യകരമായ ഒരു പ്രത്യാശയെ കുറിച്ചാണ് ആ പറയുന്നത്. അപ്പോ ഇവിടെ ആമോസും അത് തന്നെ പറയുന്നത്. എന്താ പറയുന്നത്? നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുന്ന
കാറ്റിനെ സൃഷ്ടിക്കുന്ന മനുഷ്യനോട് അവന്റെ നിരൂപണങ്ങൾ ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അപ്പോൾ ഇത്രയും വലിയവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം, ആ കർത്താവ് തൻ്റെ സഭയെ ചേർപ്പാനായിട്ട് വരുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 40-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ യെശയ്യാവ് 40:10. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതാ ഞാൻ വേഗത്തിൽ വരുന്ന ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എന്റെ പക്കലുണ്ട് എന്ന് പറയുന്നില്ലേ? ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി, കേട്ടോ, ആ കൂലി എന്ന് പറഞ്ഞ വാക്കുണ്ടോ, ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്, കേട്ടോ. എന്നിട്ട് പറയാ, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു, കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരു കാര്യം പറയും, ദൈവത്തിന്റെ മഹത്വം പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാടുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? യഹോവയുടെ മനസ്സ് ആരാനറിയുകയോ അവനെ മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആർ? അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? എന്തിനാ ഇതൊക്കെ പറയുന്നത്? ദൈവത്തിന്റെ മഹത്വം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ തൊട്ടടുത്ത് ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നത് കാണാം. ഇതേ കാര്യം തന്നെ ആമോസ് വായിച്ചപ്പോഴും പറഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ? അത് കേട്ടോ, പർവ്വതങ്ങൾ നിർമ്മിച്ചു, കാറ്റിനെ സൃഷ്ടിച്ചു, കേട്ടോ, മനുഷ്യൻ അവന്റെ നിരൂപണങ്ങൾ ഇന്നതെന്ന് അറിഞ്ഞു പ്രഭാതത്തെ അന്ധകാരമാക്കുന്നു, ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം എപ്പോഴും ദൈവത്തിന്റെ മഹത്വത്തെ, കാരണം ദൈവം സർവശക്തനാണ്, സകലത്തിന്റെ ഉടയവനാണ്. കാരണം മനുഷ്യർക്ക് അത് മനസ്സിലാവുന്നില്ല. പിടിയിടുന്നുണ്ടോ? മനുഷ്യനെ ഭൂമിയിൽ ജനിച്ചു, ദൈവത്തിന്റെ ജീവശ്വാസമുള്ള മനുഷ്യൻ എന്തിനൊക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ജീവിതയാത്രയിൽ ഒരു മനുഷ്യന് ഈ ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചേർന്ന്, കേട്ടോ, അവിടെ പറയാണ്, കേട്ടോ, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കും. ഒന്ന് ചിന്തിച്ചേ, ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കാന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ മഹത്വം എന്തുവാ? അതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ അത് വായിച്ചു, എത്രയോ വലിയൊരാണ് ദൈവം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഭൂമി, അല്ലെ? സമുദ്രത്തിന്റെ ആഴം ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെ? ആകാശ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനങ്ങൾ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സൗരയൂഥത്തെയും സോളാർ സിസ്റ്റങ്ങളും, അല്ലെ? എന്തൊക്കെ സംഭവങ്ങളാണ് ശാസ്ത്രജ്ഞന്മാര് പലതും കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരുടെ ടെലസ്കോപ്പിലൊന്നും ഒതുങ്ങാത്ത രീതിയിൽ ഇപ്പോഴും പലതും കിടക്കാം. അപ്പൊ ഇതെന്തിനൊക്കെ പറയുന്നത്? അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യൻ പാപത്താൽ മലിനമാക്കപ്പെട്ട മനസ്സുള്ളത് കൊണ്ട് ഇത് ചിന്തിക്കാനായിട്ട് അവന്റെ പിശാച് എന്ത് ചെയ്തില്ല, സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം ദർശിക്കത്തക്ക രീതിയിൽ അവന്റെ ചിന്തകൾ പോകരുത്. അതുകൊണ്ട് തന്നെ മറ്റു പലവിധമായിട്ടുള്ള ചിന്തകളാൽ സാത്താൻ എന്ത് ചെയ്തിരിക്കാം, മനുഷ്യനെ മുഴുവൻ കെട്ടിയിട്ടിരിക്കാം. എന്നാൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അപ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം അവിടെ പറയുന്നത് കാണാനായിട്ട് സാധിക്കും, കേട്ടോ. ആകാശത്തിലെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയാണ്. എന്ത് പറഞ്ഞേ, മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന്റെ മഹത്വം, അതായത് ഒരു വാക്കുകളിൽ ഇതിലും വിട്ടിനി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം, ദൈവമേ അങ്ങ് എത്രയോ വലിയവനാണ്. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവം തന്നെ വെളിപ്പെടുത്തി തരിക. അത് ചിന്തിക്കാത്തൊരു വ്യക്തിക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തത്തില്ല. ദൈവം അങ്ങയുടെ മഹത്വം എത്ര വലുതാണ്, അങ്ങ് എത്രയോ വലിയവനാണ്, എന്നെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ചവനാണ്, അങ്ങയുടെ ജീവശ്വാസമാണല്ലോ എന്നിലുള്ളത്. കർത്താവ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണ്, എന്നെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ചല്ലോ, കോടിക്കണക്കിന് ജനങ്ങളിൽ തന്നെ വ്യത്യസ്തനായി സൃഷ്ടിച്ചല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കണം, മനസ്സിലായോ? നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലായത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നമ്മളെ കണ്ട ദൈവം, അല്ലെ? നമുക്കെല്ലാം ദാനമായി നൽകുന്നു. എത്രയോ ബുദ്ധിയുള്ള മനുഷ്യരുണ്ടെങ്കിലും, എത്രയോ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇവിടെ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കാമെന്നുള്ളതല്ലാതെ ഒരു പൊടി പോലും പുതിയതായിട്ട് ഉണ്ടാക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും, എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും. മാത്രമല്ല, അവന് ദൈവം കൊടുത്ത ബുദ്ധിയിലാണ് അവൻ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത്, അല്ലെ? അത് ദൈവം കൊടുത്ത ബുദ്ധിയല്ല, അല്ല, ദൈവം കൊടുക്കാതെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കർത്താവിന്റെ ഇത് അവൻ ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുണ്ടെന്ന് എന്തിനാ പറയണേ?
ദൈവത്തിന്റെ മഹത്വം ദർശിച്ചും കൊണ്ട് ശിഷ്ടജീവിതം ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതല്ലാതെ ഇത് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ആരെങ്കിലും എടുത്തിട്ട് പോകും? ഇല്ല. ദൈവത്തിന്റെ മഹത്വം ദൈവം ആരും കൊടുക്കുന്നില്ല. തന്റെ മഹത്വം വ്യക്തികൾക്കും സ്തുതി വിഗ്രഹത്തിനും വിട്ടുകൊടുക്കത്തില്ല. കാരണം വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അത്രമാത്രം വലിയവനാണ് ദൈവം, അല്ലെ? തേജസ്സിൽ അധിവസിക്കുന്നവനാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് എന്തിനാ? കേട്ടോ, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുക, പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അല്ലെ? മനുഷ്യൻ എവറസ്റ്റിന്റെ മുകളിലേക്ക് ഒന്ന് കയറി കഴിയുമ്പോൾ എന്തോ കീഴടക്കിയത് പോലെ എന്ന് പത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ പറയാണ് പർവ്വതങ്ങളെ, അല്ലെ, പർവ്വതങ്ങൾ വെള്ളിക്കോല് കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ, അല്ലെ? അപ്പോൾ അത്രയും, അപ്പൊ ദൈവത്തിന്റെ മഹത്വം എത്രയോ വലിയവനാണെന്ന് നമ്മൾ ദർശിക്കാൻ വേണ്ടിയാണ്. അവന്റെ മനസ്സാരകണോ എന്നിട്ട് പറയാ, പെട്ടെന്ന് വേറൊരു ഇതിലേക്ക് മാറി നോക്കിയേ, അവന്റെ മനസ്സാരാഞ്ഞറിയുന്നവനാ. ഇത്രയും വലിയവനായി ദൈവത്തിന് മനസ്സുണ്ടോ? ഉണ്ട്. ദൈവത്തിന് മനസ്സുണ്ട്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്റെ ഛായയിലും സാദൃശ്യത്തിലാണ്. നമുക്ക് മനസ്സില്ലേ? ഇല്ലേ? നമുക്കൊരു മനസ്സില്ലേ? നമുക്ക് ചിന്തിക്കുന്നത് എങ്ങനെയാ? നമ്മൾ 100 വട്ടങ്ങൾ കാര്യം ചിന്തിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ പോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ കൂടി കയറി പോകുന്നുണ്ട്. ദൈവം നമ്മൾ തന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ കേട്ടോ, ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവീജ്ഞാനം എന്ന് പറയുന്നത്. ആ മനസ്സ്, അതുകൊണ്ട് പറയുന്നത് കർത്താവ് പറഞ്ഞില്ലേ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അറിയുന്ന ദൈവം സ്വർഗത്തിൽ നോക്കുകയാണ്. ക്രിസ്തുവിന്റെ മനസ്സ് കേട്ടോ, ഇവിടെ അറിയുകയോ. പക്ഷെ കർത്താവ് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഒഴിച്ചു തരും, അല്ലെ? അപ്പോ ഈ കർത്താവിന്റെ മനസ്സ്, ദൈവം ഇത്ര വലിയ ദൈവം അങ്ങനെ സൃഷ്ടിച്ചല്ലോ, അങ്ങേ അറിയുവാൻ, അങ്ങേ അടുത്തറിയുവാൻ, അല്ലെ? മോശ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെ ഇനിയും അറിയണം എന്ന് പറയുന്ന പോലെ കർത്താവ് എനിക്ക് നിന്നെ അറിയണം, ഇനിയും അറിയണം, അങ്ങയോട് ചേർന്ന് നടക്കണം, അങ്ങയുടെ ഇഷ്ടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് നമ്മെ തന്നെ വെളിപ്പെടുത്തി തരും. പിന്നെ പറയുന്നൊരു ചോദ്യമാണ്, അവന് മന്ത്രി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവനാർ? അവൻ ഉപദേശിച്ച് ന്യായത്തിന്റെ പാത പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്യേണ്ടതിന് അവന് ആരോടാകുന്നു ആലോചന കഴിച്ചത്? കേട്ടോ, ഇതാ ജാതികൾ കൊട്ടയിൽ ഒരു തുള്ളി പോലെയും തുലാസിൽ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്തു വെക്കുന്നു. ലെബനോൻ ഒരു വിറകിന് പോരാ, അതിന്റെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകയില്ല. സകല ജാതികൾ അവൻ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു, അവന് വെറുമയും ശൂന്യമായി തോന്നുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യനാക്കും? താഴേക്ക് പറയുമ്പോൾ വിഗ്രഹാരാധനയെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും വലിയവനായ ഒരു ദൈവത്തെ നിങ്ങൾക്ക് ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് എത്ര കൃത്യതയോടുകൂടിയ ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങൾ വെളിപ്പെടുത്തി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ആ ഹൃദയത്തിൽ ആഗ്രഹം വെളിപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിയവനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവിടെ പറയുന്ന ഇത് നോക്കിയാൽ കർത്താവിന്റെ വരവൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയിലും ജാതി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെട്ട് നിത്യനരകത്തിലേക്ക് പോകുന്ന വ്യക്തികളെ ദൈവം വിടുവിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് ഇവിടേക്ക് നമ്മളിത് കാണും കേട്ടോ. എന്നിട്ട് താഴേക്ക് വായിക്കും പറയാ, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? കേട്ടോ, ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അത് ദൈവമാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവവചനം കർത്താവ് പ്രമാണങ്ങൾ കൊടുത്തപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ പ്രമാണങ്ങൾ എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ വെള്ളത്തിലോ വെള്ളത്തിനടിയിലോ ഉണ്ടാകുന്ന, അല്ലെ, ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, വണങ്ങരുത്, പറഞ്ഞിട്ടില്ലേ? മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഇതൊന്നും മനസ്സിലാകാതിരുന്നപ്പോഴാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശമര്യക്കാരെ സ്ത്രീയോട് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ആ മലയിൽ ഈ മലയിലൊക്കെ ആരാധിക്കണം എന്നല്ലേ? പക്ഷെ കർത്താവ് അവിടെ ഒരു കാര്യം പറഞ്ഞു, സ്ത്രീയെ ഈ മലയിലുമല്ല ആ മലയിലുമല്ല ജെറുസലേം ദേവാലയത്തിലുമല്ല, സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന നാഴിക വരുന്നല്ല, വന്നിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് ദൈവം ആത്മാവാണെന്ന്. അപ്പൊ വിഗ്രഹാരാധനയിൽ കൂടിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, മറിച്ച് ആത്മാവാകുന്ന ദൈവം നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമ്മൾ ആ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി മനസ്സ് പുതുക്കി ദൈവ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് പറ്റും. അവർ ദൈവഭയത്തിൽ ജീവിക്കും. കണ്ടോ, ഇപ്പൊ ഇവിടെ പറയാണ് വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ പറയാണ്, നിങ്ങൾ ഏത് പ്രതിമയും നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? മൂശാരി വിഗ്രഹം വാർക്കുന്നു, തട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വർണവും വെള്ളിയെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യുന്നു? ദ്രവിച്ചു പോകാത്ത മരക്കണ്ടം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി
നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? ചോദ്യങ്ങളാണ്, ഇതെല്ലാം ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനിൽ കൂടി ഇസ്രായേൽ മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുക്കിളിയെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർത്തുകയും പാർപ്പാനുള്ളൊരു കൂടാരത്തെ പോലെ വിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വലിയവനായ ഒരു ദൈവത്തെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വെള്ളി കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിന് മുകളിൽ സ്വർണം പൊതിഞ്ഞതുകൊണ്ടൊന്നും ദൈവം ആകത്തില്ല. ദൈവം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞത്, നിന്റെ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. മനസ്സിലായോ? അപ്പോ യേശയ്യാവിന്റെ ഇതിലെന്താ പറഞ്ഞത്? ഇതവൻ കർത്താവ് ബലശാലിയായി വരുന്നു. അപ്പൊ കർത്താവ് വരുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നത് അതേ കാര്യം തന്നെ മലാക്കിയുടെ പുസ്തകത്തിലും പറയാണ്. ഇതാ നിയമദൂതനുമായൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചത്. തന്റെ മന്ദിരത്തിലേക്ക് വരുന്നു പറഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിലേക്ക് വരുന്ന കാര്യമാണോ പറയണേ? അല്ല, അങ്ങനെയല്ല. മന്ദിരത്തിലേക്ക് വരുന്ന പറയുമ്പോൾ വല്ല പള്ളിയിലേക്ക് അല്ല ആലയത്തിലേക്ക് വരുന്ന കാര്യമാണോ പറയുന്നത്? അല്ല. ഇന്ന് ആരെ മന്ദിരം? ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? നമ്മളുടെ ശരീരത്തെ തേജസ്സുള്ള ഒരു ആലയമാക്കി കർത്താവ് എന്ത് ചെയ്യുന്നു? അവന്റെ സന്നിധിയിലേക്ക് എടുക്കുന്നു. തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിൽ തേജസ്സിൽ നമ്മൾ നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം എന്ത് ചെയ്യാണ്? ഒരുക്കിയെടുക്കുകയാണ്. അല്ലെ? നമ്മുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോൾ ഇന്ന് നമ്മളാണ് ദൈവത്തിന്റെ ആലയം. ഇന്ന് നമ്മൾ ദൈവവചന അനുസരണത്തിൽ കൂടി ജീവിക്കുമ്പോഴാണ് ആ കർത്താവിനോട് കൂടെ വസിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്നിട്ട് അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? ഇത് കണ്ടോ? അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് എന്ത്? വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഉണ്ടോ? നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നിർമ്മലൻ ഇനിയും തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കേട്ടോ? അപ്പോ ആ ഒരു അനുഭവത്തിൽ ആയിത്തീർന്നെങ്കിലേ ഈ തേജസ്സുള്ള കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അത് പറയുന്നത്. കണ്ടോ? ക്ഷാരവെള്ളം പോലെയും ഇരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. കേട്ടോ? ലേവി പുത്രന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലേവി പുത്രന്മാരാരാ? ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവത്തിനായിട്ട് വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ആക്കി വെച്ചിരിക്കുന്നവരാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യുന്നവരാണ്. അല്ലെ? അപ്പൊ ഇന്ന് നമ്മള് ലേവി പുത്രന്മാരാണ്. ഇന്ന് നമ്മളാരാ? നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. അല്ലേ? പഴയ നിയമത്തിൽ രാജാവിന് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമായിരുന്നില്ല, ലേവിക്ക് രാജാവാകാനും പറ്റുമായിരുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് അതിശ്രേഷ്ഠ പദവിയിലേക്കാണ്. നമ്മൾ രാജകീയ പുരോഹിത വർഗം എന്നാണ് ദൈവജനത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ആ അതിശ്രേഷ്ഠ പദവിയിലേക്ക് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവം എന്ത് ചെയ്തു? നമ്മളെ ഉയർത്തി എന്നായി പറഞ്ഞതിനർത്ഥം. എന്നിട്ട് അതിന് 5-ാമത്തെ വാക്യം പറയാണ്, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തുവരും. കേട്ടോ? ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തുവരും. നമ്മൾ 1 പത്രോസ് 4:17 ഒന്ന് വായിച്ചേ. 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? കണ്ടോ? ഒരു മിനിറ്റ് ഇതൊക്കെ എവിടെ നോക്കിയേ. ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കണ്ടോ? ഇത് ആരുടെ അടുത്തോട്ടാ വരുന്നതെന്ന് കണ്ടോ? ഇപ്പൊ ആരുടെ അടുത്തോട്ട്? നമ്മുടെ അടുത്തോട്ടാ വരുന്നത്. അത് ആരുടെ തുടങ്ങുന്ന? ആദ്യം ആരുടെ തുടങ്ങുന്നത്? നമ്മിൽ. എല്ലാരും മറ്റു പലർക്കും വേണ്ടി പറയുമ്പോൾ അവിടെ ഇവിടെ ഒന്നും അല്ല. കേട്ടോ? ന്യായവിധി ദൈവഗൃഹത്തിൽ. ഇപ്പൊ മനസ്സിലായി ഗൃഹം എന്താണ്? ഇതാ നിയമദൂതൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞുണ്ടോ? ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങള് അതിന്റെ 17 വാക്യം കണ്ടോ നിങ്ങള്? ന്യായവിധി അപ്പൊ ആരെ? ദൈവഗൃഹം. നിയമദൂതൻ മന്ദിരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇവിടെ അതേ കാര്യം തന്നെ പറയണം. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ. അപ്പൊ ആരെ ഗൃഹം? നമ്മൾ ഓരോരുത്തരും. മനസ്സിലായോ? അപ്പൊ എന്തിനാ ഇത് വരുന്നത്? കർത്താവ് വരുന്നത് എന്തിനാ? പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിടിയെടുത്തോ?
സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, നമ്മിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾ നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുവാൻ ഓരോരുത്തർ ക്രിസ്തുവിന്റെ ന്യായം എന്ന് പറഞ്ഞാൽ ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിനോടുള്ള എൻ്റെ മനോഭാവം എന്താണ്, അതിനോട് ഞാൻ എങ്ങനെ ഇടപെട്ടു, ഇതൊക്കെയാണ് ഇതിന്റെ പ്രതിഫലത്തിന്റെ കാര്യങ്ങൾ. മനസ്സിലായോ? നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ഭാര്യ ഭർത്തൃബന്ധം, സഹോദര ബന്ധം, അമ്മയപ്പന്മാരോടുള്ള ബന്ധം, കൂട്ടു സഹോദരന്മാരോടുള്ള ബന്ധം, സഭയുടെ ബന്ധം, ശുശ്രൂഷ ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, നമുക്ക് നൽകി തന്ന അവസരങ്ങൾ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു, അല്ലെ? ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിക്കുമ്പോൾ പഠിക്കാൻ തന്ന അവസരങ്ങൾ, അല്ലെ? അത് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ തന്ന അവസരങ്ങൾ, അമ്മയപ്പന്മാരെ അനുസരിക്കാൻ തന്ന അവസരങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിക്കുന്ന അവസരങ്ങൾ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സ്നേഹിക്കേണ്ട അവസരങ്ങൾ, ശുശ്രൂഷക്കാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെന്ന് പറഞ്ഞ ശുശ്രൂഷ ചെയ്യേണ്ട അവസരങ്ങൾ, അല്ലെ? ഇങ്ങനെ ഓരോ കാര്യത്തിലും സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ അതിനെ കുറിച്ചൊക്കെയാണ് എഫെസ്യർ ലേഖനത്തിൽ പറയുന്ന സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കി. കണ്ടോ? ഓരോ ദിവസത്തിൽ നമ്മൾ ചെയ്തു പോരേണ്ട കാര്യങ്ങളുണ്ട്, ദൈവം മുന്നൊരുക്കിയിട്ടുണ്ട്. അത് കൃത്യതയോടുകൂടെ വചനാനുസരണത്തിൽ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്രതിഫലമായിട്ടത് വരുന്നത്. കണ്ടോ? ന്യായവിധി ദൈവത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ. സങ്കീർത്തനം 9:7 വായിക്കണേ. അതുപോലെ 36:11. സങ്കീർത്തനം 9:7. സങ്കീർത്തനം 9. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. കണ്ടോ? ന്യായവിധിക്ക് സിംഹാസനം ഒരുക്കി എന്നേക്ക് വാഴുവാനായിട്ടുള്ളത്. അപ്പോൾ ഈ വാഴ്ചയിലേക്ക് നമ്മളെയും ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അല്ലെ? കർത്താവ് 1000 ആണ്ട് സ്ഥാപിക്കുന്നു, ദൈവ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നു. ആ ഭൂമിയിൽ ദൈവഭരണം സ്ഥാപിക്കുമ്പോൾ ദൈവത്തോട് കൂടെ വാഴുവാനായിട്ട്. കേട്ടോ? എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു. ഇപ്പോഴും കർത്താവല്ലേ വാഴുന്നേ? ഇപ്പോഴും കർത്താവാണ് വാഴുന്നത്. പക്ഷേ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ് ഒരു സമയം വരെ. ഇനി ആ ദുഷ്ടന്റെ അധികാരത്തിനെല്ലാം പിടിച്ചു വാങ്ങും. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മളുടെ അകത്ത് ദൈവരാജ്യം സ്ഥാപിച്ചു. ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ നിർത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഒരു കർത്താവാണ് വാഴുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ദുഷ്ടൻ എന്ത് ചെയ്തില്ല? നമ്മളെ തൊടത്തില്ല, യാതൊരു അനർത്ഥവും നിനക്ക് വരത്തില്ല, യാതൊരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, സകല വഴികൾ ഞാൻ നിന്നെ കാക്കാൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കും, അവൻ നിന്റെ കാൽ കല്ലി തട്ടാതെ വേണം കാത്തോളൂ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുക? പാളയം ഇറങ്ങും, കരുതും, പ്രൊട്ടക്ട് ചെയ്യും. മനസ്സിലായോ? പക്ഷെ കർത്താവ് കുറച്ച് സമയം എന്ത് ചെയ്തിരിക്കുകയാണ്? ഇതിപ്പോ പിശാചിന് അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി അവന്റെ എല്ലാം ഇത് വാങ്ങുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. അതാണല്ലോ പറയുന്നത്, ന്യായവിധിക്കായി അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. കണ്ടോ? അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും. കണ്ടോ? അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇത് 1000 ആണ്ട് വാഴ്ചയുടെ കാര്യങ്ങളിലെ ക്രമീകരണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. 32:11 സങ്കീർത്തനം 6:11 വായിച്ച. സങ്കീർത്തനമല്ല, പത്രോസ് തന്നെയാണ്. പത്രോസിന്റെ ഇപ്പൊ നമ്മൾ വായിച്ചത് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി അവസാനം എന്താകും? എന്നാൽ നീതിമാൻ പ്രയാസനെ രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപികളുടെയും ഗതി എന്താകും? കണ്ടോ? അപ്പോ ഈ ഒരു കാര്യം മനസ്സിലാക്കി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരുങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ഈ ദൈവവചനം വായിക്കുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ജീവിക്കണം. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ പലർക്കും ഇത് താല്പര്യമില്ല. 10 വായിച്ച അതിന്റെ 5:10-11 വായിച്ച്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. അതാണ് ഇവിടെയാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. എന്ത്? അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി. അപ്പൊ ഈ അല്പകാലത്തെ കഷ്ടം എന്തിനു വേണ്ടിയിട്ടാ? നിത്യ തേജസ്സിന് വേണ്ടിയിട്ടാ. നിത്യ തേജസ് കൊണ്ട് അർത്ഥം നേരത്തെ നമ്മൾ കേട്ടതുപോലെ കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ വാഴുവാനും ഒപ്പം തന്നെ അതിനുശേഷം വരുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിൽ, അതാണ്
നിത്യ തേജസ് എന്ന് പറയുന്നതാണോ, നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തും. അപ്പൊ യഥാസ്ഥാനപ്പെടുത്താൻ താല്പര്യമില്ല ആളുകൾക്ക്. കാരണം യഥാസ്ഥാനപ്പെടുമ്പോൾ കഷ്ടതയുണ്ട്. അടുത്തത് ഉറപ്പിച്ച് ശക്തീകരിക്കണോ, ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആഴത്തിൽ കുഴിക്കണം അല്ലെ. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുമ്പോൾ അത് ഉറപ്പുള്ളതായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് പറയുന്നത് ഉറപ്പിച്ച്, കർത്താവാണ് ഇതൊക്കെ ചെയ്യുന്നത്, ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്, എന്നേക്കും അവനുള്ളത്. ആമേൻ. മനസ്സിലായോ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ വരവ് ഏറ്റടുത്തിരിക്കുന്നു. നമുക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റടുത്തു, നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. പലരും ചിന്തിച്ചിരിക്കുന്ന കർത്താവ് വരുവാൻ അടുത്തു എന്ന് പറഞ്ഞിട്ട് കർത്താവ് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കർത്താവിന്റെ വരവ് അടുത്തു എന്ന് നമ്മൾ പറയുന്നത്? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസമുള്ളൂ അല്ലെ. നാളെ എന്ന് പറയുന്ന ദിവസം എന്ത് സംഭവിക്കും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കർത്താവ് വരില്ല, കർത്താവ് വരാൻ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് പാപത്തിൽ രസിക്കുന്നവരുടെ ചിന്തകൾക്കൊത്തവണ്ണം അല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഒരു യഥാർത്ഥ ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം കർത്താവ് വന്നാൽ പോകുന്ന ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് എന്ത്, കർത്താവ് ഇന്ന് വന്നാൽ, കർത്താവ് ഏത് നിമിഷം വന്നാൽ അവനോട് കൂടെ പോകുന്ന, അതാണ് നമുക്ക് വേണ്ടത്. കാരണം ആ ഒരു ബോധ്യം എല്ലായ്പ്പോഴും നമ്മുടെ അകത്തുണ്ടാകണം. അതിനൊത്തോടെ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവ് ഇന്നോ നാളെയോ 10 വർഷം കഴിഞ്ഞിട്ട് വരട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, മണവാട്ടി സഭയെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷം കർത്താവ് വന്നാലും പോകുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്രോതസ്പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി എന്ന് അങ്ങയുടെ വചനം പറയുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ ശരീരമാണല്ലോ അങ്ങയുടെ മന്ദിരം, അങ്ങയുടെ പരിശുദ്ധാത്മ ഞങ്ങളിൽ വസിക്കുന്നു. മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി കർത്താവെ അങ്ങയുടെ തേജസ്സുള്ള ആലയമാക്കി ഞങ്ങൾ ഒരുക്കുന്ന ഈ കാലയളവിൽ അല്പനേരത്തേക്ക് കഷ്ടങ്ങളൊക്കെ ഞങ്ങൾ സഹിക്കുന്നെങ്കിലും കർത്താവെ, ആ കഷ്ടത സഹിഷ്ണുതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ, നിത്യ തേജസ്സിനായിട്ടാണ് ഞങ്ങൾ ഒരുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ വചനത്തെ മുറുകെ പിടിപ്പാൻ, കർത്താവെ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊടുക്കുന്ന ഈ കാലയളവിൽ കർത്താവ് ഗൃഹവിചാരകന്മാരെ അന്വേഷിക്കുന്ന വിശ്വസ്തതയാണല്ലോ ദൈവം. ഞങ്ങൾ വിശ്വസ്തയോടെ കൂടെ ആയിരിക്കാൻ, ദൈവത്തോട് മനുഷ്യരുടെ നല്ല മനസ്സാക്ഷിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കാൻ, അങ്ങനെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ജീവിതം ജീവിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഭവനം പണിയുവാൻ കർത്താവെ സഹായിക്കണം. നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു. നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിത് നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയതുപോലെ ഈ നാളുകളിൽ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഭവനം പണിയുവാൻ കർത്താവെ അങ്ങ് അയക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവവചന അനുസരണത്തിൽ കൂടി ഒരുക്കിയെടുക്കുവാൻ എല്ലാം കർത്താവെ അങ്ങ് സഹായിക്കുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഒരു ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, പാപങ്ങളൊക്കെയാണ് കർത്താവ് ക്ഷമിക്കണം. കർത്താവെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവും പ്രാണനും ദേഹവും കർത്താവിൻ്റെ വരവെങ്കിൽ അന്യന്യമായി വെളിപ്പെടുമെന്ന വിശുദ്ധിയിൽ കാക്കുവാൻ സഹായിക്കണമേ. ഈ ശബ്ദങ്ങൾക്ക് ഓരോ മക്കളെ അങ്ങ് സഹായിക്കണം. കുരുട്ടുകണ്ണുകളെ തുറക്കണം. തേജസ്സിൻ്റെ വെളിപ്പാടിലേക്ക് അനേകരെ നടത്തണം. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ആകർഷിക്കും, എങ്കിലേക്ക് ആകർഷിക്കുന്ന അരുൾ ചെയ്ത കർത്താവ്, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഉയർത്തുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേൽപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങിൽ മറഞ്ഞിരുന്നു കൊണ്ട് അങ്ങയുടെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ ഈ നാളുകളിൽ അനേകരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവനിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവ്. വചനത്തിന് അടുത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടവരുത്താതെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണം. പരിശുദ്ധാത്മ എല്ലാവരും അഭിഷേകം ചെയ്യണം. ആവശ്യങ്ങളിലെല്ലാം അങ്ങയുടെ കരം കൂടിയിരിക്കണം. ദുഷ്ടന്റെ ഇലപ്പെടാതെ കാക്കണമേ. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.